യെരൂശലേമേ, യെരൂശലേമേ, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ എത്ര വട്ടം ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. യെരൂശലേമിന് അനർത്ഥം വരുന്നത് കണ്ട് യേശു ഹൃദയം തകർന്ന് വിളിച്ചു പറഞ്ഞു, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ഞാൻ ചേർത്തുകൊള്ളുമായിരുന്നു. ഒരു വട്ടമല്ല, പലവട്ടം. അനർത്ഥം കണ്ട് എന്റെ ചിറകിനടിയിൽ ഒളിക്കുവാൻ അല്ലെങ്കിൽ അഭയം കണ്ടെത്തുവാൻ നിങ്ങൾ മനസ്സ് കാണിച്ചില്ല. അനർത്ഥത്തിന്റെ മുന്നറിയിപ്പുകൾ പല വഴിയായി നിങ്ങൾ കേട്ടിട്ടും നേരെ ഛേദിക്കപ്പെടുവാനായി നിങ്ങൾ മത്സരിക്കുന്നു. വേട്ടക്കാരൻ കണിവെച്ചിട്ടുണ്ട്, നാശം താണ്ഡവ നൃത്തമാടുന്ന മഹാമാരിയും വരുന്നുണ്ട്. ചിറകിൻ കീഴെ ആർ അഭയം പ്രാപിച്ചിട്ടുണ്ടോ? യേശുവിന്റെ ചിറകിനടിയിൽ ആർ ശരണം നേടിയിട്ടുണ്ടോ? അവരെ തന്റെ തൂവൽ കൊണ്ട് അവൻ മറയ്ക്കും. ആ ചിറകിനടിയിൽ അവന്റെ വിശ്വസ്തത നിങ്ങൾ തിരിച്ചറിയും. ആ ചിറകിനടിയിൽ ഒളിച്ചിരുന്ന് നിങ്ങൾ കാണും. ചിറകിനടിയിൽ അഭയം പ്രാപിക്കാത്ത ആയിരങ്ങൾ ഒരു വശത്തും മറ്റേ വശത്ത് 10,000 വീണ് കിടക്കുന്നത്. അത് കണ്ട് നിങ്ങൾ നെടുവീർപ്പിടും. ചിറകിനടിയിൽ ഇരുന്ന് നിന്റെ ആത്മകഥ ഇതായിരിക്കും, അത് എന്നോട് അടുത്തു വരികയില്ല.